ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിച്ചു എന്നൊരു വാക്ക് കേൾക്കുന്നുണ്ട്. ഈ ഉത്തര കൊറിയയും ചൈനയും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ചേട്ട അനിയ ബന്ധമാണ്. ചേട്ടൻ ബാവ അനിയൻ ബാവ എന്ന് പറയുന്ന പോലെ. കാരണം ഉത്തര കൊറിയ എന്ന് പറഞ്ഞ രാജ്യം നമുക്കറിയാം, അവിടെ ഒരു തരത്തിലുള്ള വിപണിയോ അല്ലെങ്കിൽ വ്യവസായമോ ഒന്നുമില്ല. അത് പൂർണ്ണമായും നിലനിന്ന് പോകുന്നത് ചൈനയുടെ റഷ്യയുടെയും സഹായം കൊണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഇത് ചൈനയിൽ നിന്നാണ് എയ്ഡുകളും വരുന്നത്. അപ്പോൾ ഈ അവരുടെ വിദേശകാര്യമന്ത്രി, ഈ ഉത്തര കൊറിയയിൽ വിദേശകാര്യമന്ത്രി ഉണ്ടെന്നൊക്കെ അറിയുന്നത് തന്നെ ഇപ്പോഴാണ്. ഈ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആഗോള രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? അതായത് ഉത്തര കൊറിയയ്ക്ക് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈന പിന്തുണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രസക്തി. ആ പ്രസക്തി തന്നെയാണ് ഇതിനുള്ളത്. പുതിയ ലോകക്രമത്തിൽ സഖ്യകക്ഷികളിലേക്ക് പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുക. ഇപ്പോൾ പറഞ്ഞല്ലോ വിദേശകാര്യമന്ത്രി ഉണ്ടോ എന്ന് നമ്മളിപ്പോഴാണ് കേൾക്കുന്നത്. ഉത്തര കൊറിയയുടെ ഒരു രീതി അനുസരിച്ച് അങ്ങനെയുള്ള അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് കേൾക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെയുണ്ട്. അതുപോലെ ചൈനയുടെയും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ചൈനയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ആരും എന്താണ് നമുക്കറിയാം. കോവിഡിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മളിത് പറയുന്നുണ്ട് എങ്കിൽ പോലും ചൈനയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു തരത്തിലുമുള്ള വാർത്തകളൊന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ അത്തരത്തിൽ വളരെ കെട്ടുറപ്പിൽ അല്ലെങ്കിൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഒരു മാസത്തിനിടെ ചൈനീസ് തലസ്ഥാനത്തേക്കുള്ള രണ്ടാമത്തെ സന്ദർശനമാണ് ഈ ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സോൺ ഹുയി എന്നാണ് ഈ പറയുന്ന ഉന്നത നയതന്ത്രജ്ഞൻ വാങ്ങിയുമായിട്ട് നടത്തിയ നിർണായക കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത്. ചൈനീസ് ഉന്നത ഉദ്യോഗസ്ഥനാണ് വാങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ആഴവും വ്യാപ്തിയൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിതൊന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സെപ്റ്റംബർ 1 ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഈ ചോയ്ക്കൊപ്പം വിദേശകാര്യമന്ത്രിക്കൊപ്പം ചൈനയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ പറയുന്ന സന്ദർശനവും ഉള്ളത്. ലോകവേദിയിലേക്കുള്ള കിമ്മിൻ്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് കൂടി ആയിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ചൈനീസ് നേതാവായിട്ടുള്ള ഷീ ജിൻപിങ് ഉണ്ട്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉണ്ട്. ഒപ്പം ഇവർ അണിനിരക്കുകയാണ്. കിം ജോങ് ഉൻ കൂടി വരികയാണ്. കാരണം ചിത്രത്തിലില്ലാത്ത മുഖം എന്ന് പറയുന്നത് ഉന്നിൻ്റെ ആ ഒരു മുഖമാണല്ലോ. ചക്കഭരണി പോലെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉണ്ട മുഖമാണ് ഇല്ലാത്തത്. അപ്പോൾ പുടിനും ഷീ ജിൻപിങ്ങിനും ഒക്കെ ഒപ്പം അണിനിരക്കുമ്പോൾ മറ്റൊരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. അതായത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ആണവായുധങ്ങൾ. ഈ ആണവായുധം വെച്ചാണ് ഇപ്പോൾ ബാക്കി എല്ലാ ലോകരാജ്യങ്ങളുടെയൊക്കെ ഒരു കളി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ആണവ ആയുധങ്ങൾക്ക് പിന്തുണ ഉറപ്പിക്കുക എന്നുള്ളത് കൂടി ഈ ഒരു സന്ദർശനത്തിന് പിന്നിലുണ്ട്. നിലവിലുള്ള ഉഭയകക്ഷി ബന്ധം മാറ്റമില്ലാത്തതാണെന്നും കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വികസിക്കണമെന്നൊക്കെയാണ് കിം ജോങ് ഉൻ നൽകിയിട്ടുള്ള ശക്തമായ സന്ദേശം. ഈ സന്ദേശമാണ് ചോൺ സോൺ ഹുയി അറിയിച്ചിട്ടുള്ളത് എന്നാണ് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള KCNA റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈനിക പരേഡിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള ഏറ്റവും പുതിയ ഉച്ചകോടിയിൽ അത് നന്നായി. അത് ഈ വാർത്തകൾ വരുമ്പോഴാണ് നമ്മൾ അതുകൂടി അറിയുന്നത്. എന്തായാലും സൈനിക പരിപാടിനെ അനുബന്ധിച്ച് നടന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ഉച്ചകോടി. ആ ഉച്ചകോടിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉഭയകക്ഷി ബന്ധമൊക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നു. ചൈനയുടെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ ഇവരോട് അനുകൂലമായ രീതിയിൽ തന്നെയാണ് ചൈന ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഉത്തര കൊറിയയുടെ പേര് ഉപയോഗിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് ഒരു പ്രസ്താവന. അതിൽ അന്താരാഷ്ട്ര പ്രാദേശിക കാര്യങ്ങളിൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുമായി ഏകോപനവും സഹകരണവും ശക്തിപ്പെടുത്താൻ ചൈന തയ്യാറാണ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്താ പറയുക, അത്രയും കൃത്യമായിട്ട് ഈ പറയുന്ന കൊറിയയെ പറയുന്നു എന്ന് പറയുമ്പോൾ അവരോട് അത്രത്തോളം എന്താ പറയുക, ആ സഹകരണം ഉറപ്പിക്കാനായിട്ട് അവർക്കും താല്പര്യമുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കൂടിക്കാഴ്ചയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പരസ്പരം പരമാധികാര സംരക്ഷണത്തിനുള്ള പിന്തുണയാണ്. ഏതാണ്ട് നമ്മുടെ നാറ്റോയൊക്കെ പോലെ. അപ്പോൾ ഇത്തരത്തിലൊരു പിന്തുണ പരസ്പരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഈ പലതരത്തിലുള്ള ഉപരോധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പരസ്പരം രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ
ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സമ്മർദ്ദങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ചൈനയ്ക്കും കഴിയും, ഉത്തര കൊറിയയ്ക്കും കഴിയും. അപ്പോൾ ഇതിലേക്ക് പുടിൻ കൂടി റഷ്യ കൂടി വരുന്നുണ്ട് ഇവരുടെ ഒരു ഇടയിലേക്ക്. അപ്പോൾ ആ ഒരു സഹകരണം, ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം വളരെ ശക്തമാവുകയും ചെയ്യും. ഏതാണ്ട് ഒക്ടോബർ 31 മുതൽ നവംബർ 1 വരെ ദക്ഷിണ കൊറിയയിലെ ജിയോങ്ജുവിൽ നടക്കാനിരിക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയുണ്ട്. ആ ഉച്ചകോടിയിൽ ചൈനീസ് നേതാവ് ഷീ ജിൻപിങ് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ചർച്ച കൂടി നടക്കുന്നത്. ഈ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് കൂടി പങ്കെടുത്തേക്കും എന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചൈന ഉത്തര കൊറിയ സൗഹൃദം കൂടുതൽ പ്രാദേശിക സ്വാധീനമൊക്കെ ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് കൂടിയാണ്. മാത്രമല്ല ചൈനയും ഉത്തര കൊറിയയും തങ്ങളുടെ സൗഹൃദമൊക്കെ കൂടുതൽ ശക്തമാക്കുമ്പോൾ ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികളെയൊക്കെ, അത് കൂടുതലായിട്ട് അമേരിക്കയുടെ കുതന്ത്രങ്ങളെയൊക്കെയും ചെറുക്കാനും പ്രാദേശികമായിട്ടുള്ള സുസ്ഥിരത എല്ലാ രാജ്യങ്ങൾക്കിടയിലും പ്രാദേശികമായിട്ട് അടുത്തടുത്തുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് പോകാനുള്ള ഒരു രീതിയിലേക്ക് ഈ ചർച്ചകൾ കൊണ്ട് കഴിയും. അതായത് ഒരു രാജ്യം ഒരു രാജ്യത്തോട് പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ രാജ്യവുമായിട്ട് ഈ രാജ്യത്തിന് പിണങ്ങി നിൽക്കുന്ന മറ്റൊരു രാജ്യത്തിന് അടുപ്പുണ്ടെങ്കിൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടുപ്പാണെങ്കിൽ മൂന്നാമത്തെ ആൾ അതിലേക്ക് സ്വാഭാവികമായിട്ട് ഈ പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ. അതൊക്കെ ഈ രാജ്യങ്ങൾക്കിടയിലും വരും. വ്യക്തിബന്ധങ്ങൾക്കിടയിൽ വരുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ. അപ്പോൾ ഈ 3 പേര് തമ്മിലുള്ള സൗഹൃദം, ഇതിൽ 2 പേർ തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ, ഒരാൾ നല്ലവനാണെങ്കിൽ, നല്ല മനസ്സുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായി ആ പിണക്കം മാറ്റാനായിട്ട് ആ മഞ്ഞുരുകലിന് സാധ്യമാകും. അതുപോലെ രാജ്യങ്ങൾക്കിടയിലും അതെ, വ്യക്തിബന്ധങ്ങൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഉള്ളത്. അതിന് ഈ സാമ്രാജ്യത്വിക ശക്തി എന്ന് പറയുമ്പോൾ അമേരിക്ക, അതിനുവേണ്ടി അമേരിക്ക ഒന്നും കെട്ടിയെടുത്ത് വരേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, പല നാറ്റോയിൽ പിളർപ്പായി, റഷ്യക്ക് അതിന് സാധിച്ചു. യൂറോപ്യൻ യൂണിയനിൽ പിളർപ്പായി, അതിനും റഷ്യക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കക്കൊപ്പം ഇപ്പോൾ എല്ലാ അംഗരാജ്യങ്ങളോ ഒന്നും നിലകൊള്ളുന്നില്ല. അതായത് ഇത് ഭ്രാന്തൻ നയങ്ങളാണ് ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വരുന്ന വിപണി ഏതാണ്, ലീഡ് ചെയ്യാൻ വരുന്നത് ആരാണ് എന്ന് നോക്കി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് സ്ഥിരമായിട്ട് ഈ ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പ് തടവിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതൊക്കെ ഏതാണ്ട് ഒരു വിധപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ റഷ്യ, ഇന്ത്യ, ചൈന വരുന്നത്. ഇപ്പോൾ ഉത്തര കൊറിയ ഇതിനിടയിലേക്ക് വരുന്നു. അപ്പോൾ ഉത്തര കൊറിയയും റഷ്യയും ചൈനയും തമ്മിൽ കൂട്ടായിട്ടുണ്ടെങ്കിൽ, ആ ഒരു സഹകരണം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് ഇന്ത്യയിലേക്ക് വരൂലേ, അതിനുള്ള സാധ്യതകൾ വരില്ലേ. അവിടുത്തെ വിപണി ഏത് രീതിയിലാണോ, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്താണ് അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നത്, അതിന് നമുക്ക് സാധിക്കും. അപ്പം ആ ഒരു കാര്യത്തിലേക്ക് കൂടിയുള്ള വാതിൽ തുറക്കലാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയാണ്, അതായത് ഒരു വലിയൊരു നീക്കം, പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു വലിയ ബിഗ് പ്ലാൻ പൊളിക്കാനുള്ള ശ്രമമാണ് കിം ജോങ് ഉൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചൈനയുടെ പിന്തുണയുണ്ട്. ചൈനയുടെ പിന്തുണയോടൊപ്പം തന്നെ അതിൽ റഷ്യയുടെ പിന്തുണയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുതിയൊരു സഖ്യം കൂടി വരുന്നുണ്ട്. കാത്തിരുന്ന് കാണണം എന്തൊക്കെ ഇനി ഭാവിയിൽ സംഭവിക്കുമെന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.